സർഗകരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഗണപതി എന്ന ബാലകഥയുടെ ഒന്നാം ഭാഗം കേൾക്കാം. രചന വിജയശാന്തൻ കോമളപുരം. അവതരണം ഗായത്രി ജഗദീശൻ. അനന്തശായി ക്ഷേത്രത്തിലെ ഭക്തി നിർഭരമായ 10 ദിവസത്തെ ഉത്സവാഘോഷത്തിന്റെ കൊടിയിറങ്ങി. പാപ്പാൻ അർജുൻ പതിവ് പോലെ അന്നും ഗണപതിയെ ആലിൻചോട്ടിൽ തളച്ചു. കുട്ടികൾ കുട്ടിക്കൊമ്പനെ നോക്കിയും തൊട്ടും തലോടിയും രസിച്ചുകൊണ്ടിരുന്നു. ഗണപതിയെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് പാപ്പാൻ എവിടേക്കോ പോയി. ഗണപതി തെങ്ങോലയും പനമ്പട്ടയും തുമ്പിക്കൈ കൊണ്ട് ഉരിഞ്ഞു തിന്നുന്നത് കൗതുകത്തോടെ എല്ലാവരും നോക്കി നിന്നു. കീഴ്ശാന്തി അനന്തു ഒരു കുട്ട നിറയെ അവിലും പഴവും ശർക്കരയുമായി വന്നു. കീഴ്ശാന്തി ആണെങ്കിലും അവൻ ആ കുട്ടികളുടെ കൂട്ടുകാരനായിരുന്നു. അവൻ അവിലും പഴവും ശർക്കരയും കൂട്ടിക്കുഴച്ച് ഉരുളകളാക്കി ഗണപതിയുടെ വായിൽ വച്ചുകൊടുത്തു. എല്ലാവരും കൗതുകത്തോടെ നോക്കി നിന്നു. ഓരോ ഉരുള വിഴുങ്ങുമ്പോഴും കുട്ടിക്കൊമ്പൻ തല കുലുക്കുകയും മുറംപോലുള്ള ചെവികൾ ആട്ടുകയും ചെയ്തു. ഇത് കണ്ട് കുട്ടികൾ അവന്റെ ചുറ്റുമായി നൃത്തം ചെയ്തു. അനന്തു കൂട്ടുകാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരം പാഴാക്കിയില്ല. കുട്ടികൾ ആരാധനയോടെ അവനെ നോക്കി. അവരുടെ കൈവശം ഉണ്ടായിരുന്ന പഴവും കപ്പലണ്ടിയും ആനയുടെ വായിൽ വെച്ചു കൊടുക്കുവാൻ അനന്തു സഹായിക്കുകയും ചെയ്തു. ചില കുട്ടികൾ അടുത്തു ചെല്ലുവാൻ ഭയപ്പെട്ട് മാറി നിന്നതേയുള്ളൂ. കുട്ടികളിൽ ഏറിയ പങ്കും ഗണപതിക്ക് ചുറ്റും വട്ടമിട്ട് കളിക്കുകയും പാടുകയും ആടുകയും ചെയ്തു. എടാ അനന്തു, ഞങ്ങൾ പോകട്ടെ. സന്ധ്യയായാൽ അമ്മ അന്വേഷിക്കും. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. ശരി ശരി. കൂട്ടുകാർ നാളെ വരാമെന്ന് പറഞ്ഞ് കൈവീശി. ഗണപതി അവരുടെ നേരെ തിരിഞ്ഞ് തുമ്പിക്കൈ ഉയർത്തി കാണിച്ചു. കുട്ടികൾ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി നോക്കിപ്പോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കുട്ടി ദൂരെ മാറിയിരിക്കുന്നുണ്ടായിരുന്നു. പാപ്പാൻ വരുന്ന വഴി അവനെ കണ്ടു. അവന്റെ അടുത്ത് ചെന്നു. മോൻ എന്താ ഇവിടെ ഇരിക്കുന്നത്? വീട്ടിൽ പോകണ്ടേ? കൂട്ടുകാർ എല്ലാവരും പോയില്ലേ? അവൻ തലയുയർത്തി പാപ്പാനെ ഒന്ന് നോക്കി. ഞാൻ പാപ്പാങ്കളിനെ കൂടെ വരട്ടെ. ഗണപതിയെ കുളിപ്പിക്കാനും തീറ്റ കൊടുക്കാനും സഹായിക്കാം. എന്നെ കൂടെ കൊണ്ടുപോകുമോ അങ്കിൾ? പെട്ടെന്നുള്ള അവന്റെ ചോദ്യം കേട്ട് പാപ്പാൻ അമ്പരന്നു. അങ്കിൾ, പ്ലീസ് അങ്കിൾ. പാപ്പാൻ അവന്റെ തലയിൽ സ്നേഹപൂർവ്വം തലോടി. എന്നിട്ട് ഗണപതിയുടെ അടുത്തേക്ക് പോയി. അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. പാപ്പാൻ അവന്റെ ദേഹത്ത് ചാരിയിരുന്നു. പയ്യനെ കൈകൊട്ടി വിളിച്ചു. അവൻ സന്തോഷത്തോടെ അടുത്തേക്ക് ചെന്നു. പാപ്പാൻ അവനെ പിടിച്ച് അടുത്തിരുത്തി. എന്താ മോന്റെ പേര്? അവൻ ഒരു നിമിഷം ചിന്തിച്ചു. പേര് മാറ്റി പറയണോ? എന്താ മോൻ ആലോചിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? പിണങ്ങിപ്പോന്നതാണോ? ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? പാപ്പാന്റെ ചോദ്യങ്ങൾക്കെല്ലാം നിഷേധാർത്ഥത്തിൽ തലയാട്ടുക മാത്രം ചെയ്തു. പക്ഷേ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പാപ്പാൻ ചോദ്യങ്ങളെല്ലാം നിർത്തി. അവന്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. മോൻ കരയണ്ട. ഇന്നു മുതൽ മോന്റെ പേര് ഗണേശൻ എന്നാ. ഇഷ്ടപ്പെട്ടോ? പെട്ടെന്ന് ഗണപതി തുമ്പിക്കൈ കൊണ്ട് ഇവരെ രണ്ടുപേരെയും തോണ്ടി. ഗണപതി, ഇത് ഗണേശൻ. നീ കുറുമ്പൊന്നും കാട്ടി പേടിപ്പിക്കരുത്. പാപ്പാങ്കൾ ഇപ്പോ വരാം. അവന്റെ മുതുകിൽ തട്ടിയിട്ട് അയാൾ എഴുന്നേറ്റ് പോയി. ഗണപതി ഗണേശന്റെ തലയിലും ദേഹത്തുമെല്ലാം തുമ്പിക്കൈ കൊണ്ട് ഉരസിക്കൊണ്ടിരുന്നു. ഗണപതി ചേട്ടാ, അവൻ വിളിച്ചു. ഗണപതിയുടെ കൈയിലും കൊമ്പിലുമെല്ലാം തൊട്ടുനോക്കി. ഗണേശൻ ആദ്യമായിട്ടാണ് ഒരു ആനയുടെ അടുത്തെത്തുന്നതും തൊടുന്നതും. അവന് ഭയം തോന്നിയതേയില്ല. രക്ഷിക്കാൻ തടിയും തന്റേടവുമുള്ള ഒരു ചേട്ടനെ കിട്ടിയ സന്തോഷമായിരുന്നു. മോൻ പേടിച്ചോ? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് പാപ്പാങ്കൾ വന്നത്. ഇല്ല പാപ്പാങ്കൾ, ഗണപതി ചേട്ടൻ അടുത്തുള്ളപ്പോൾ എന്തിനാ പേടിക്കുന്നത്? മോൻ ഇത് കഴിച്ചോ. കയ്യിലിരുന്ന പൊതി നീട്ടിക്കൊണ്ട് തുടർന്നു. ദോശയും ചമ്മന്തിയുമാ. ചോറ് കിട്ടിയില്ല. പാപ്പാങ്കൾ, മോൻ വേഗം കഴിക്ക്. നേരം വെളുക്കുമ്പോഴേക്കും വീടെത്തണം. ഗണപതി താഴ്ന്ന്
പിൻകാലുകൾ നീട്ടിക്കൊടുത്തു. പാപ്പാൻ ഗണേശനെ മുകളിൽ കയറ്റിയിരുത്തി. പാപ്പാൻ കയറാത്ത താമസം ഗണപതി നടന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ ലോറികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു. ഗണപതി, നിൽക്കൂ, നമുക്ക് ലിഫ്റ്റ് കിട്ടുമോന്ന് നോക്കാം. പാപ്പാൻ താഴെ ഇറങ്ങി. ഒരു ലോറി ഡ്രൈവർ അവരെ കൊണ്ടുപോകാൻ തയ്യാറായി. ഗണപതിയെ ലോറിയിൽ കയറ്റി ബന്ധിച്ചു നിർത്തി. ഗണേശനും പാപ്പാനും ഡ്രൈവറുടെ കൂടെയായിരുന്നു. ഏകദേശം 2.5 മണിക്കൂർ നേരത്തെ ഓട്ടത്തിനു ശേഷം ലോറി നിർത്തി. ചേട്ടാ, നിങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലമെത്തി. പാപ്പാനും ഗണേശനും പുറത്തിറങ്ങി. ഗണപതിയെ ഇറക്കാൻ ഡ്രൈവറും സഹായിച്ചു. ഡ്രൈവറുടെ പോക്കറ്റിൽ 500-ന്റെ 2 നോട്ടുകൾ എടുത്തു വച്ചു കൊടുത്തു. ഇതിരിക്കട്ടെ. ശരി ചേട്ടാ, വീണ്ടും കാണാം. ഡ്രൈവർ ലോറി ഓടിച്ചുപോയി. ഗണപതി അവരെ രണ്ടുപേരെയും വീണ്ടും മുതുകിലേറ്റി നടന്നു. ഒരു വീടിന്റെ സമീപമെത്തി നിന്നു. നമ്മൾ വീടെത്തി. ആ കാണുന്നതാ വീട്. രണ്ടുപേരും താഴെ ഇറങ്ങി. വീടിന്റെ വലതുവശത്ത് നിൽക്കുന്ന വലിയ പ്ലാവിന്റെ ചുവട്ടിൽ ഗണപതിയെ തളച്ചു. പുറത്ത് സംസാരം കേട്ടിട്ടാവണം അകത്ത് ലൈറ്റ് തെളിഞ്ഞു. പുറത്തും ആ വെളിച്ചത്തിൽ അവൻ കണ്ടു ഒരു ചെറിയ വീട്. കാണാൻ ഭംഗിയുണ്ട്. മുറ്റം നിറയെ പല നിറത്തിലും തരത്തിലും പെട്ട ചെടികൾ. കൂടാതെ കപ്പ, ഇഞ്ചി, മഞ്ഞൾ, ചേന, പിന്നെ ധാരാളം കൊച്ചു കൊച്ചു വൃക്ഷങ്ങളും കാണാം. അമ്മേ, അച്ഛനും ഗണപതിയും എത്തി. അമ്മ വേഗം വാ. ഒരു പാവാടക്കാരി പെൺകുട്ടി ഗണപതിയുടെ അടുത്തെത്തി. തുമ്പിക്കൈയിൽ ഉമ്മ വയ്ക്കുകയും തലോടുകയും ചെയ്തു. ഇടയ്ക്ക് അവൾ കണ്ടു അവളുടെ അച്ഛൻ്റെ കൂടെ ഒരു ആൺകുട്ടി. ഏതാച്ച ഈ കുട്ടി? മകൾ സോനു അത്ഭുതത്തോടെ ചോദിച്ചു. ഗണേശൻ. പ്രഭാതമായപ്പോഴേക്കും ഗണേശൻ എഴുന്നേറ്റു. പറമ്പിലൊക്കെ ഓടി നടന്നു. ഓടി നടക്കുന്നതിനിടയിൽ അവൻ കണ്ടു ഒരു പിടിയാന വീടിന്റെ പുറകിൽ തളച്ചിട്ടിരിക്കുന്നു. അവന് ഭയം തോന്നി. ഓടിപ്പോയി പാപ്പാങ്കളിനെ വിളിച്ചു. വിളി കേട്ട് പാപ്പാങ്കളിനു പകരം സോനി ഇറങ്ങി വന്നു. എന്താ ഗണേശ, വല്ലതും കണ്ട് പേടിച്ചോ? അവിടെ ഒരാന. തുമ്പിക്കൈക്ക് എന്തോ പരുക്കുള്ളതുപോലെ. ഓ, അതാണോ? ഞാൻ കാണുമ്പോൾ മുതൽ കമലയുടെ തുമ്പിക്കൈ അങ്ങനെയാ. ആനവേട്ടക്കാർ ഉപദ്രവിച്ചതാ. തുമ്പിക്കൈയുടെ അഗ്രഭാഗം മുറിഞ്ഞ് തൂങ്ങിക്കിടക്കുകയായിരുന്നു. അച്ഛൻ പറഞ്ഞുള്ള അറിവാ. അച്ഛൻ കോളേജിൽ പഠിക്കുന്ന സമയമായിരുന്നു. എന്തോ ഒരു വലിയ പ്രശ്നത്തിൽ കുടുങ്ങി നാട് വിടേണ്ടി വന്നു. വരുന്ന വഴിക്ക് ആനവേട്ടക്കാർ കാട്ടാനകളെ വേട്ടയാടി പിടിക്കുന്നത് കണ്ടു. എങ്ങനെയോ കമല രക്ഷപ്പെട്ടു. മറ്റുള്ള ആനകളെയൊക്കെ കൊന്നു. കമല രക്ഷപ്പെട്ടെങ്കിലും സാരമായി പരിക്കേറ്റിരുന്നു. തുമ്പിക്കൈ മുറിഞ്ഞ് തൂങ്ങിക്കിടന്നിരുന്നെങ്കിലും അവൾ അടുത്തുള്ള ഗ്രാമത്തിലേക്കിറങ്ങി. പലരും അവളെ കണ്ടെങ്കിലും ആർക്കും അവളെ സഹായിക്കാൻ കഴിഞ്ഞില്ല. കാട്ടാനയല്ലേ, എല്ലാവർക്കും ഭയമായിരുന്നു. മൃഗഡോക്ടർ വന്നെങ്കിലും അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവൾ ഉപദ്രവിക്കുമെന്ന് എല്ലാവരും ഭയപ്പെട്ടു. ഒന്നും കഴിക്കുവാനാകാതെ, വെള്ളം പോലും കുടിക്കാതെ 5 ദിവസം ഒരേ കിടപ്പ് കിടന്നു. അച്ഛൻ മരത്തിലിരുന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു. എല്ലാവരും അവളെ ഉപേക്ഷിച്ചു പോയെന്നുറപ്പായപ്പോൾ അച്ഛൻ പയ്യെ പയ്യെ അവളുടെ അടുത്തെത്തി. ദയനീയമായി അച്ഛനെ അവൾ നോക്കി. ഇലക്കുമ്പിളിൽ ജലം ശേഖരിച്ച് വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. കൂടാതെ പച്ചിലയും വച്ചു കൊടുത്തു. പാവം തുമ്പിക്കൈ കൊണ്ട് ഭക്ഷണമെടുത്ത് വായിൽ വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അച്ഛൻ നടന്നുപോയപ്പോൾ പിന്നാലെ ചെന്നു. കാട്ടാനയാണെങ്കിലും തന്നോട് ഇണങ്ങിയെന്ന് മനസ്സിലായി. അച്ഛൻ നടന്ന് നടന്ന് ദൂരെ കണ്ട കുടിലിലെത്തി. അവർ മുറിവിൽ വയ്ക്കാൻ പച്ചില കൂട്ടുകൊണ്ടുള്ള മരുന്ന് കൊടുത്തു. ആ പച്ചമരുന്ന് പരിക്കുപറ്റിയ ഭാഗങ്ങളിലും തുമ്പിക്കൈയിലും തേച്ചു പിടിപ്പിച്ചു. 1.5 മാസം കൊണ്ട് മുറിവെല്ലാം ഉണങ്ങി. അച്ഛൻ്റെ സവാരി അവളുടെ പുറത്തായി. കമലയെന്ന് പേരിട്ടു. കുടിലിലുള്ളവർ പറഞ്ഞു, മോനെ, ഒരു കുടിൽ കെട്ടി താമസിക്ക്. ആനയെയും കൊണ്ട് നടക്കണ്ട, അവൾക്ക് ഗർഭമുണ്ട്. അവർ പറഞ്ഞത് അച്ഛൻ അനുസരിച്ചു. സ്വന്തമായി ഒരു വീട് പടുത്തുയർത്തി. അച്ഛനും കമലയും അവിടെ താമസമായി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കമല പ്രസവിച്ചു.
ഒരു കുട്ടിക്കൊമ്പൻ. അവനാ ഗണപതി. അല്പം അകലെയായി കാണുന്ന കുടിൽ ചൂണ്ടിക്കാട്ടി സോനു പറഞ്ഞു. ആ കാണുന്ന കുടിൽ കണ്ടോ? അവരാ അച്ഛനെ സഹായിച്ചത്. ആ വീട് എന്റെ അമ്മയുടെ വീടാ. ദാ ഒരാൾ നടന്നു പോകുന്നത് കണ്ടോ? അതെന്റെ അപ്പൂപ്പനാ. അപ്പൂപ്പൻ വനത്തിൽ പോയി തേൻ ശേഖരിക്കും. ഗണപതിക്ക് തേൻ എന്ത് ഇഷ്ടമാണെന്നറിയാമോ? ആരാ ചേച്ചി ഗണേശൻ? ആ പേര് പല പ്രാവശ്യം പറയുന്നത് കേട്ടല്ലോ. എന്റെ പേര് ഗണേശൻ എന്നല്ല, പാപ്പാങ്കിൾ അങ്ങനെ വിളിച്ചതാ. നീ ഗണേശൻ തന്നെയാ. കാണാതെ പോയ എന്റെ അനിയൻ. അവന് അഭിമന്യു എന്നും പേരുണ്ട്. ഞങ്ങളെല്ലാം അവനെ ഗണേശൻ എന്നാ വിളിക്കുക. അവനെ കാണാതായിട്ട് 5 വർഷമായി. ഗണേശന് പകരമായിട്ട് ദൈവം നിന്നെ തന്നതാ. ഞങ്ങളെയൊക്കെ ഇഷ്ടായില്ലേ? ഉം, ഒരുപാട് ഒരുപാട് ഇഷ്ടാ. പാപ്പാങ്കിളിനെയും ആന്റിയെയും ചേച്ചിയെയും ഒരുപാട് ഇഷ്ടാ. ഗണപതി ചേട്ടനെയും അമ്മയെയും ഇഷ്ടാ. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.